ഹായ് ഫ്രണ്ട്സ്, റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനം എടുക്കേണ്ട ആ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് RBIയുടെ ആ ഒരു മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ജാഗ്രത നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞു. അത് കൂടാതെ ട്രംപ് സൃഷ്ടിക്കുന്ന പ്രസ്താവന യുദ്ധങ്ങൾ അത് മാർക്കറ്റ് വളറ്റിലിറ്റി കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ഗാസയിൽ അമേരിക്ക ഇടപെട്ട് ഫലസ്തീനികളെ പുറത്താക്കി മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിച്ച് ഗാസയെ ഒരു ആധുനിക ബിസിനസ് ഹബ്ബായി മാറ്റുമെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഇതിനെ പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും തള്ളിയിരിക്കുകയാണ്. ഇത് ഇന്റർനാഷണൽ ടെൻഷൻ സൃഷ്ടിക്കുമെന്നും വീണ്ടും ഒരു മിഡിൽ ഈസ്റ്റ് ക്രൈസിസിലേക്ക് കാര്യങ്ങൾ വരുമോ എന്നുള്ള ഭയമൊക്കെ പൊതുവെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വോളറ്റിലിറ്റി ഇന്ന് മാർക്കറ്റിലുണ്ടായിരുന്നു. ഏതായാലും എല്ലാറ്റിനേക്കാൾ ഉപരി വരാൻ പോകുന്ന ഈ ഒരു MPC മീറ്റിംഗ് അത് തന്നെയാണ് മാർക്കറ്റ് കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു ഇവന്റ്. അപ്പോൾ ഇന്ന് ആരംഭിക്കുന്ന ഈ MPC മീറ്റിംഗ് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ് അതിൻ്റെ തീരുമാനങ്ങൾ അവർ അറിയിക്കുക. ഇപ്പോൾ വിരമിച്ച RBIയുടെ ഗവർണറായിരുന്ന ശക്തികാന്ത ദാസിന്റെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ MPC മീറ്റിംഗിൽ റിപ്പോ നിരക്ക് യാതൊരു മാറ്റവുമില്ലാതെ 6.5% നിലനിർത്താനാണ് അന്ന് തീരുമാനിച്ചത്. അപ്പോൾ അന്ന് അത് 2 വോട്ടിനെതിരെ 4 വോട്ടിനാണ് തീരുമാനമെടുത്തത്. അന്ന് ഇൻഫ്ലേഷൻ നല്ല സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു സമയം കൂടിയായിട്ട് പോലും അന്ന് 2 പേര് ഈ റേറ്റ് കട്ടിനെ അനുകൂലിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ റേറ്റ് കട്ട് എടുക്കേണ്ട എന്നുള്ള അന്നത്തെ തീരുമാനം ഏകപക്ഷീയമായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് മാർക്കറ്റ് കുറച്ചും കൂടി ആ ഒരു ഇൻഫ്ലേഷനെ മറികടന്നിട്ടുള്ള ലെവലാണ്. ഇപ്പം ഭക്ഷ്യവസ്തുക്കളുടെ ഒരു ഇൻഫ്ലേഷൻ മാത്രമാണ് മാർക്കറ്റിൽ കാണുന്നതെന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടന്നിട്ടുള്ള പല പോൾ സർവേകളും പല അനലിസ്റ്റുകളുടെ എക്സ്പെക്ടേഷൻസും അതുകൂടാതെ അൺഒഫീഷ്യലായിട്ട് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് റേറ്റ് കട്ട് എന്തായാലും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ കൺസംഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും അപ്പോൾ അതിനോട് താദാത്മ്യം പ്രാപിക്കുന്ന രീതിയിലുള്ള ഒരു RBI മോണിറ്ററി കമ്മിറ്റിയുടെ ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ള ഒരു അനുമാനം പൊതുവെ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റേറ്റ് കട്ട് വരികയാണെങ്കിൽ അത് ഹൗസിംഗ് ലോൺ, അതുപോലെ വെഹിക്കിൾ ലോൺ, അതുപോലെ പേഴ്സണൽ ലോൺ തുടങ്ങിയിട്ടുള്ള പല വിധത്തിലുള്ള ലോണുകളുടെയും ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയും അതുവഴി ആളുകൾ കൂടുതൽ ലോൺ എടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകും, അതുവഴി മാർക്കറ്റിൽ ഫണ്ട് ഒഴുകും എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണഫലമായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ RBI ഒരു തീരുമാനമെടുത്തിരുന്നു, ക്യാഷ് റിസർവ് റേഷ്യോ കുറച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം. അതായത് ബാങ്കുകൾ അവരുടെ ക്യാഷ് റിസർവിൻ്റെ ഒരു ഭാഗം അത് RBIയിലേക്ക് അവർ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ക്യാഷ് റിസർവ് റേഷ്യോ ഇവിടെ ആ ഒരു ലിമിറ്റ് കുറച്ച് കൊടുത്തുകൊണ്ട് മാർക്കറ്റിൽ കൂടുതൽ ഫണ്ട് ഇറക്കാനുള്ള ഒരു ശ്രമമാണ് അന്ന് നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഡിസംബർ മാസം ഒരു ലിക്വിഡിറ്റി ഇൻഫ്യൂഷൻ മാർക്കറ്റിലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും പല നടപടികളും RBI മാർക്കറ്റിലുള്ള ചില ഇടപെടലുകളും കഴിഞ്ഞ ആഴ്ചകളിൽ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബാങ്കിങ് സ്റ്റോക്കുകളിലൊക്കെ ഒരു മുന്നേറ്റം നമ്മൾ കണ്ടതുമാണ്. പക്ഷെ ഇവിടെ റിസർവ് ബാങ്ക് ശ്രമിക്കുന്നത് റേറ്റ് കട്ട് നടത്താതെ തന്നെ ബാങ്കിങ് മേഖലയിലേക്ക് ഫണ്ട് ഒഴുക്കാൻ കഴിയുമോ എന്നുള്ള സാധ്യതകളാണ് അവർ അന്വേഷിക്കുന്നത്. കാരണം നിലവിലുള്ള പണപ്പെരുപ്പം ഒരു നിയന്ത്രണത്തിൽ വന്നാൽ മാത്രമേ റേറ്റ് കട്ടിനെ പറ്റി RBIക്ക് ആലോചിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ റേറ്റ് കട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കുമോ എന്നൊരു ഭയവും സ്വാഭാവികമായിട്ടും അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഒക്ടോബറിലുള്ള ആ ഒരു ഇൻഫ്ലേഷൻ്റെ ടോളറൻസ് ലെവലായിട്ടുള്ള 6% മുകളിലായിരുന്നു ആ ഇൻഫ്ലേഷൻ നിരക്കുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ MPCയുടെ ഒരു വിലയിരുത്തൽ അനുസരിച്ചിട്ട് 4th ക്വാർട്ടറിൽ മാത്രമാണ് ഭക്ഷ്യവിലക്കയറ്റം ഒരു നിയന്ത്രണത്തിൽ വരും എന്നുള്ള ഒരു സാധ്യത അന്ന് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു അനിശ്ചിതത്വം സ്വാഭാവികമായിട്ടും റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം എന്താകും എന്നുള്ള ഒരു ജിജ്ഞാസ സ്വാഭാവികമായിട്ടും മാർക്കറ്റിലുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച മാത്രമേ നമുക്കതിൻ്റെ ഒരു ഫൈനൽ തീരുമാനം അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബാങ്കിങ് സെക്ടറിലുള്ള ചില സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യാനാണ് ഇവിടെ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. അപ്പോൾ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ആ സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടെത്തുമെന്നും അതിൻ്റെ ഒരു പ്രോസസ്സും കൂടി ഞാൻ ഇവിടെ വിവരിക്കുന്നുണ്ട്. R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം RBI അഥവാ റേറ്റ് കട്ടൊക്കെ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ബാങ്ക് സ്റ്റോക്കുകളിൽ മാത്രമല്ല ഫൈനാൻസ് രംഗത്തുള്ള പല സ്റ്റോക്കുകളിലും അതുണ്ടാക്കും. ഇപ്പോൾ നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനികളുണ്ട്, അതുപോലെ ഫൈനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്. ഇതൊക്കെ ചേർന്നുകൊണ്ട് ഏകദേശം 523ഓളം ബാങ്കിങ് മേഖലയിലല്ലാത്ത കമ്പനികളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ബാങ്കിങ് മേഖലയിലല്ലാത്ത ഇത്തരത്തിലുള്ള ഫൈനാൻസ് കമ്പനികളുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് വൈസ് നമ്മൾ പരിശോധിച്ചാൽ അവിടെ 1 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള പെന്നി സ്റ്റോക്ക് മുതൽ 5 ലക്ഷം മാർക്കറ്റ് ക്യാപ്പുള്ള ബജാജ് ഫിനാൻസ് പോലെയുള്ള വലിയ കമ്പനികൾ നമുക്ക് കാണാൻ പറ്റും. നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ ആ ഒരു മേഖല അത് ഈസി ആയിട്ട് ഏതൊരു കമ്പനിക്കും എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. എന്നാൽ ബാങ്ക് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവിടെ കൃത്യമായ RBI അപ്രൂവൽ ആവശ്യമാണ്. അപ്പോൾ RBIയുടെ കൃത്യമായ റെഗുലേഷൻസ് ഉണ്ട്, കൂടുതൽ കർശനമാണ് അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്കിങ് മേഖലയിൽ അത്രയധികം സ്റ്റോക്കുകൾ കാണാൻ കഴിയില്ല.
ഇപ്പോൾ ബാങ്കിങ് സെഗ്മെൻറ്റിൽ ആകെ നമുക്ക് കാണാൻ പറ്റും 41 സ്റ്റോക്കുകളാണ്. കാരണം അവിടെ വലിയ തോതിലുള്ള എൻട്രി ബാരിയർ ഉണ്ട്, എല്ലാവർക്കും കയറിയിട്ട് ബാങ്ക് തുടങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് 1000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. മൈക്രോ ക്യാപ്പോ അല്ലെങ്കിൽ നാനോ ക്യാപ്പോ അല്ലെങ്കിൽ പെന്നി സ്റ്റോക്ക് ലെവലിലുള്ള സ്റ്റോക്കുകൾ ഒരിക്കലും ബാങ്കിങ് സെക്ടറിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ബാങ്ക് മേഖലയിലുള്ള സ്റ്റോക്കുകളെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ ഏകദേശം 29ഓളം സ്റ്റോക്കുകളും പബ്ലിക് സെക്ടറിൽ അഥവാ PSU ബാങ്കുകൾ 12 സ്റ്റോക്കുകളുമാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ പൊതുവെ പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു PE റേഷ്യോ പബ്ലിക് സെക്ടർ ബാങ്കുകളേക്കാൾ സ്ലൈറ്റ്ലി കുറച്ച് ഹയർ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അത് 11.02 ആണ്. എന്നാൽ പബ്ലിക് സെക്ടറിൽ അത് 9.08 ആണ്. അപ്പോൾ പൊതുവെ ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് ഈ ബാങ്ക് മേഖലയിലെ സ്റ്റോക്കുകൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ 41 സ്റ്റോക്കുകൾ നമ്മൾ PEG റേഷ്യോ അനുസരിച്ചൊന്ന് ഫിൽട്ടർ ചെയ്യാൻ ശ്രമിച്ചാൽ ഒന്നിൽ കൂടുതൽ PEG റേഷ്യോ, അതായത് സ്റ്റോക്കിൻ്റെ ഗ്രോത്തും അതിൻ്റെ PE റേഷ്യോയും തമ്മിലുള്ള അനുപാതം ഒന്നിൽ കൂടുതലാകുമ്പോൾ അത് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിട്ടാണ് കണക്കൂട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 6 സ്റ്റോക്കുകൾ നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് മാറ്റേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ബന്ധൻ ബാങ്ക്, അതുപോലെ പഞ്ചാബ് സിന്ധ് ബാങ്ക്, സിറ്റി യൂണിയൻ ബാങ്ക്, IOB, RBL ബാങ്ക്, യൂക്കോ ബാങ്ക്, ഇങ്ങനെയുള്ള 6 സ്റ്റോക്കുകൾ ഈ ലിസ്റ്റിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മൾ 5 ഇയർ മീഡിയം PEയേക്കാൾ കൂടുതൽ ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE കാണുന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ ശ്രമിക്കാം. കാരണം അതിൻ്റെ മീഡിയം PEയേക്കാൾ ഉയരത്തിൽ ട്രേഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണെന്ന് കണക്കാക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 4 സ്റ്റോക്കുകൾ നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് പിന്നെയും ഒഴിവാക്കുകയാണ്. അപ്പോൾ ആ 4 സ്റ്റോക്കുകൾ ഒന്ന് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്, മറ്റൊന്ന് കരൂർ വൈശ്യ ബാങ്ക്, അതുപോലെ ജന സ്മോൾ ഫിനാൻസ് ബാങ്ക്, അതുപോലെ കർണാടക ബാങ്ക്. ഈ 4 സ്റ്റോക്കുകൾ നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ നമുക്ക് ഇനി ബാലൻസ് ആയിട്ട് നമ്മൾ കയ്യിൽ കാണുന്ന 31 സ്റ്റോക്കുകളാണ്. ഈ 31 സ്റ്റോക്കുകളെ ഇൻഡസ്ട്രി PEയേക്കാൾ ഉയരത്തിൽ ട്രേഡ് ചെയ്യുന്ന 15 സ്റ്റോക്കുകൾ കാണാൻ പറ്റും. നമുക്കറിയാം ഇൻഡസ്ട്രി PEയേക്കാൾ ഹൈ PEയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ പൊതുവെ നമ്മൾ ഓവർ വാല്യൂഡ് ആയിട്ട് കാണാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 15 സ്റ്റോക്കുകൾ ഈ ലിസ്റ്റിൽ നിന്ന് ഔട്ടാവും. അവിടെ നമുക്ക് കാണാൻ പറ്റിയ യെസ് ബാങ്ക് അങ്ങനെയുള്ള ഒരു സ്റ്റോക്കാണ്, അതുപോലെ ഈക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് അങ്ങനെയാണ്, ഫിനോ പേയ്മെൻറ്റ്സ് അങ്ങനെയാണ്, ധനലക്ഷ്മി ബാങ്കും ഹയർ വാല്യൂഷനിലാണ്, IDFC ബാങ്ക് ഹയർ വാല്യൂഷനാണ്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, അതുപോലെ കൊടാക് മഹീന്ദ്ര ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്, സെൻട്രൽ ബാങ്ക്, IDBI ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല സ്റ്റോക്കുകളും അങ്ങനെയാകുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ഔട്ടാവും. കാരണം അത് ഇൻഡസ്ട്രി PEയേക്കാൾ ഹയർ PEയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ലിസ്റ്റ് 16 സ്റ്റോക്കുകളായിട്ട് ചുരുങ്ങും. കഴിഞ്ഞ 4 ക്വാർട്ടറിലുള്ള അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് അതിന് മുമ്പത്തെ 4 ക്വാർട്ടറിലുള്ള പ്രോഫിറ്റ് ഗ്രോത്തുമായിട്ട് താരതമ്യം ചെയ്തിട്ട് നെഗറ്റീവ് കാണിക്കുന്ന, അതായത് ഗ്രോത്ത് നെഗറ്റീവ് കാണിച്ച 2 സ്റ്റോക്കുകൾ ഈ ലിസ്റ്റിൽ നമ്മൾ ഒഴിവാക്കുകയാണ്. അതിലൊന്ന് CSB ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്കും, മറ്റൊന്ന് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കുമാണ്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളും ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് 14 സ്റ്റോക്കുകളാണ് ഫൈനലായിട്ട് കിട്ടുന്നത്. എന്നാൽ ഈ 14 സ്റ്റോക്കുകളും അണ്ടർ വാല്യൂഡ് ആണെങ്കിലും ആ സ്റ്റോക്കുകളൊക്കെ നമുക്ക് എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ യോഗ്യതയുള്ള സ്റ്റോക്കുകളാണ് എന്നുകൂടി നമ്മൾ നോക്കേണ്ടത്. കാരണം കമ്പനിയുടെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ബിസിനസ് ഗ്രോത്ത് ആണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രോത്ത് ഈ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ബാങ്ക് സ്റ്റോക്കുകളിൽ കാണിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മളൊന്ന് പരിശോധിക്കണം. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഗ്രോത്ത് 10% കൂടുതൽ രേഖപ്പെടുത്തിയ, പ്രത്യേകിച്ച് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 10 സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ 10 സ്റ്റോക്കുകളിൽ ഒന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 120% ആണ്. ഇനി ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 ഇയേഴ്സിൻ്റെ സെയിൽസ് ഗ്രോത്ത് 10%ഉം 3 ഇയേഴ്സിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 52% കാണാം. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് കാണുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ്. 43% ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് അത് രേഖപ്പെടുത്തിയായിട്ട് കാണാം. ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ 3 ഇയേഴ്സിൻ്റെ സെയിൽസ് ഗ്രോത്ത് 20%ഉം 3 ഇയേഴ്സിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 92%ഉമാണെന്നും CAGR ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് കാണുന്നത് ഇന്ത്യൻ ബാങ്കാണ്. ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 38%ആണ്. CAGR 3 ഇയേഴ്സിൻ്റെ സെയിൽസ് ഗ്രോത്ത് 12%ഉം പ്രോഫിറ്റ് ഗ്രോത്ത് 39%ഉമാണെന്ന് ഇവിടെ കാണാൻ പറ്റും. മറ്റൊരു ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നമുക്കറിയാം ഇന്ത്യൻ ബാങ്ക് വേറെയാണ്, ബാങ്ക് ഓഫ് ഇന്ത്യ വേറെയാണ്. അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ 33% പ്രോഫിറ്റ് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. 3 ഇയേഴ്സിൻ്റെ CAGR ഗ്രോത്ത് 14%ആണ് സെയിൽസിൽ. പ്രോഫിറ്റിൽ 3 ഇയേഴ്സിൻ്റെ CAGR ഗ്രോത്ത് 48%ആണ്. മറ്റൊരു ബാങ്ക് ജമ്മു കാശ്മീർ ബാങ്കാണ്. 32% അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത്. 3 ഇയേഴ്സിൻ്റെ ആവറേജ് CAGR ഗ്രോത്ത് 11%ഉം പ്രോഫിറ്റ് ഗ്രോത്ത് 61%ആണ്. മറ്റൊരു ബാങ്ക് നമുക്ക് കാണുന്നത് യൂണിയൻ ബാങ്കാണ്. 23% പ്രോഫിറ്റ് ഗ്രോത്താണ് അതിലുള്ളത്. 3 ഇയേഴ്സിൻ്റെ ആവറേജ് CAGR ഗ്രോത്ത് സെയിൽസിൽ 13%ഉം പ്രോഫിറ്റിൽ 69%ആണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. മറ്റൊരു ബാങ്ക് DCB ബാങ്കാണ്. 13% പ്രോഫിറ്റ് ഗ്രോത്താണ് അത് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ കാണിച്ചിട്ടുള്ളത്. 3 ഇയേഴ്സിൻ്റെ CAGR സെയിൽസ് ഗ്രോത്ത് 16%ഉം പ്രോഫിറ്റ് ഗ്രോത്ത് 17%ആണെന്ന് കാണാൻ പറ്റും.
മറ്റൊരു സ്റ്റോക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 12% അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത്. 3 ഇയേഴ്സിൻ്റെ സെയിൽസ് ഗ്രോത്ത് 16%, പ്രോഫിറ്റ് ഗ്രോത്ത് 44% കാണാൻ പറ്റും. മറ്റൊരു ബാങ്ക് കാനറ ബാങ്കാണ്. 11% ഒരു പ്രോഫിറ്റ് ഗ്രോത്താണ് ഈ സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത്. 3 ഇയേഴ്സിൻ്റെ CAGR സെയിൽസ് ഗ്രോത്ത് 16%, പ്രോഫിറ്റ് ഗ്രോത്ത് 75%. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണുന്നത് പ്രൈവറ്റ് സെക്ടറിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. 11% ഒരു പ്രോഫിറ്റ് ഗ്രോത്താണ് ഇത് രേഖപ്പെടുത്തിയുള്ളത്. 3 ഇയേഴ്സിൻ്റെ സെയിൽസ് ഗ്രോത്ത് 6%, CAGR ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്ത് 159% ഒരു തകർപ്പൻ CAGR ഗ്രോത്തുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പോൾ ഇതൊക്കെയാണ് 10 അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ. അണ്ടർ വാല്യൂഡ് ആയി എന്നതുകൊണ്ട് ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നതിനർത്ഥമില്ല. അതിൻ്റെ അണ്ടർ വാല്യൂഡ് ആകാനുള്ള കാരണങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കണം. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഈ ബാങ്കിങ് സ്റ്റോക്കുകളെ കുറിച്ചുള്ള പഠനം നടത്തുക. ഈ സ്റ്റോക്കുകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.